ഇംഗ്ലീഷ് സംസാരിക്കണം, നല്ല ഫ്ലുവൻ്റായി സംസാരിക്കണം എന്നാഗ്രഹമില്ലേ? അങ്ങനെയെങ്കിൽ അതിന് സഹായിക്കുന്ന ചില കുഞ്ഞു കുഞ്ഞു എക്സ്പ്രഷൻസാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. 2 വേർഡ് എക്സ്പ്രഷൻസ്. 2 വാക്കുകളുണ്ടാകും. ആ വാക്കുകളുടെ ഇടയ്ക്ക് ഒരു കൺജങ്ഷനോ ഒരു പ്രപ്പോസിഷനോ ഉണ്ടാകും. അത്തരം വാക്കുകളെ ബൈനോമിയൽസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എക്സാമ്പിൾസ്: റോക്ക് ആൻഡ് റോൾ, മോർ ഓർ ലെസ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നോക്കൂ, റോക്ക് ആൻഡ് റോൾ, ആൻഡ് എന്ന ഒരു കൺജങ്ഷൻ അവിടെ ഉപയോഗിച്ചു. റോക്ക് ആൻഡ് റോൾ. ഇതിൽ ആ വേർഡ്സിൻ്റെ ഓർഡർ മാറ്റി നമുക്ക് പറയാൻ പറ്റില്ല. റോൾ ആൻഡ് റോക്ക് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് ആ ഓർഡർ തന്നെ അങ്ങനെ തന്നെ ഉപയോഗിക്കണം. അത്തരം എക്സ്പ്രഷൻസിനെ ബൈനോമിയൽ എക്സ്പ്രഷൻസ് എന്നാണ് പറയുന്നത്. അത്തരം ചില എക്സ്പ്രഷൻസ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ചില കുഞ്ഞു കുഞ്ഞു എക്സ്പ്രഷൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പ്രോസ് ആൻഡ് കോൺസ്. ഇതിൻ്റെ മീനിങ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ഗുണവും ദോഷവും. ദ കമ്മിറ്റി ഡിസ്കസ്ഡ് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ദ ന്യൂ പോളിസി. പുതിയ പോളിസിയുടെ ഗുണങ്ങളും ദോഷങ്ങളും കമ്മിറ്റി ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വൺ, സിക്ക് ആൻഡ് ടയേർഡ്. ഇതിൻ്റെ മീനിങ് എക്സ്ട്രീംലി അനോയ്ഡ്, ഫ്രസ്ട്രേറ്റഡ് എന്നൊക്കെയാണ്. നമുക്ക് വല്ലാത്ത ഒരു ഫ്രസ്ട്രേഷൻ തോന്നുന്നു, ഒരാൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇനി അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന ഒരു ലെവലിലേക്ക് വരുന്നു. അതാണ് സിക്ക് ആൻഡ് ടയേർഡ് എന്ന് പറയുന്നത്. ഐ ആം സിക്ക് ആൻഡ് ടയേർഡ് ഓഫ് ഈറ്റിംഗ് ദ സെയിം ഓൾ തിങ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ. എല്ലാ ദിവസവും ഒരേ ഭക്ഷണം തന്നെ, ബ്രേക്ക്ഫാസ്റ്റിന് ഒരേ ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് മടുക്കില്ലേ? അതാണ് ഐ ആം സിക്ക് ആൻഡ് ടയേർഡ് ഓഫ് ഈറ്റിംഗ് ദ സെയിം ഓൾഡ് തിങ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഷോർട്ട് ആൻഡ് സ്വീറ്റ്. ഗെറ്റ്സ് ഡയറക്ട്ലി ടു ദ പോയിൻ്റ് എന്നാണ് ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്നതിൻ്റെ അർത്ഥം. ചില കാര്യങ്ങൾ വലിച്ചു നീട്ടി ഒന്നും പറയാതെ വളരെ ചെറുതായിട്ടും വളരെ നന്നായിട്ടും പറയുക. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ചെറുതായിട്ട് ചുരുക്കി പറയുക. അതാണ് ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്ന് പറയുന്നത്. ഹെർ പ്രസൻറ്റേഷൻ വാസ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. അവളുടെ പ്രസൻറ്റേഷൻ ഷോർട്ടായിരുന്നു, അതുപോലെ സ്വീറ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ ബ്രീഫ് ആയിട്ടും വളരെ നന്നായിട്ടും അവതരിപ്പിച്ചു. ഓഡ്സ് ആൻഡ് എൻഡ്സ്. ഇത് വേറൊരു ബൈനോമിയൽ എക്സ്പ്രഷനാണ്. വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതും ആണ്. വെരി സ്മോൾ, അൺഇമ്പോർട്ടൻറ്റ്, ഇൻഎക്സ്പെൻസീവ് ഐറ്റംസ്. വളരെ ചെറുത്, അതുപോലെ ഒട്ടും പ്രാധാന്യമില്ലാത്തത്, ഒട്ടും വിലയില്ലാത്തത് ഒക്കെയുള്ള ചില ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാവില്ലേ? മൈ ഡെസ്ക് ഡ്രോയർ ഈസ് ഫുൾ ഓഫ് ഓഡ്സ് ആൻഡ് എൻഡ്സ്. എൻ്റെ ഡെസ്ക് ഡ്രോയർ നിറയെ കുഞ്ഞു കുഞ്ഞ് പ്രാധാന്യമില്ലാത്ത വസ്തുക്കളാണ്. ഇത് ഫിസിക്കൽ ഓബ്ജക്ട്സിൻ്റെ കാര്യം മാത്രമല്ല, പല വിധത്തിലുള്ള ചില ചെറിയ ചെറിയ വർക്കുകൾ, പ്രാധാന്യമില്ലാത്ത ചില പീസസ് ഓഫ് ഇൻഫർമേഷൻ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊരു ഒരു വസ്തു ആകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ജോൺ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് എ ഫ്യൂ ഓഡ്സ് ആൻഡ് എൻഡ്സ് ബിഫോർ ലീവിങ് വർക്ക്. ജോലി വിടുന്നതിന് മുൻപ് ജോൺ ചില അപ്രധാനമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ, വളരെ അൺഇമ്പോർട്ടൻ്റ് ആയിരിക്കും, എങ്കിലും അതൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ബാക്ക് ആൻഡ് ഫോർത്ത്. ഇതിൻ്റെ മീനിങ് മൂവ് ഫ്രം വൺ ഡയറക്ഷൻ ടു അനദർ ആൻഡ് റിട്ടേൺ എന്നാണ്. ഒരു ഡയറക്ഷനിലേക്ക് നടക്കുക അല്ലെങ്കിൽ മൂവ് ചെയ്യുക, പിന്നെ തിരിച്ച് ഇങ്ങോട്ടും നടക്കുക. അതാണ് ബാക്ക് ആൻഡ് ഫോർത്ത്. മുന്നോട്ടും പിന്നോട്ടും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയില്ലേ, അതാണ്. ദ ബസ് റൺസ് ബാക്ക് ആൻഡ് ഫോർത്ത് ഫ്രം ദ എയർപോർട്ട് ടു ദ ട്രെയിൻ സ്റ്റേഷൻ. എയർപോർട്ടിൽ നിന്ന് ട്രെയിൻ സ്റ്റേഷനിലേക്ക് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ദ ബോയ്സ് ത്രൂ ദ ബാസ്കറ്റ് ബോൾ ബാക്ക് ആൻഡ് ഫോർത്ത്. കുട്ടികൾ
ബാസ്കറ്റ് ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു. ബൈ ആൻഡ് ലാർജ്, ഇതിൻ്റെ മീനിങ് ഇൻ ജനറൽ, യൂഷ്വലി, പൊതുവെ, സാധാരണയായി. ബൈ ആൻഡ് ലാർജ് ദ വെദർ ഹാസ് ബീൻ പ്ലസൻറ്റ് ദിസ് സമ്മർ. ഈ വേനൽക്കാലത്തെ കാലാവസ്ഥ സുഖകരമായിട്ട് ഇങ്ങനെ പോകുന്നു. വെയർ ആൻഡ് ടെയർ, ഡാമേജ് ദാറ്റ് ഹാപ്പൻസ് ഗ്രാജ്വലി ഓവർ ടൈം. ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ പഴക്കം കൊണ്ടോ അതല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് കുറേ കാലങ്ങൾ കൊണ്ട് പതുക്കെ പതുക്കെ അതിന് ചില നാശങ്ങളൊക്കെ സംഭവിക്കും. അത് തേയ്മാനം സംഭവിക്കും. അതിനാണ് വെയർ ആൻഡ് ടെയർ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് യൂസ് ദ കാർപ്പറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ടു ഷോ വെയർ ആൻഡ് ടെയർ. ഒരുപാട് ഇയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ആ ഉപയോഗം കൊണ്ട് കാർപ്പറ്റ് ഇപ്പോൾ തേയ്മാനം കാണിച്ചു തുടങ്ങി. സേഫ് ആൻഡ് സൗണ്ട്, വളരെ സുരക്ഷിതമായി എന്നാണ് ഇതിൻ്റെ മീനിങ്. നോട്ട് ഇൻ ഡേഞ്ചർ ആൻഡ് നോട്ട് ഇൻജേർഡ് ഇൻ എനി വേ. ഒരു തരത്തിലും ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു പരുക്കും അതിനേറ്റിട്ടില്ല. വളരെ സേഫ് ആൻഡ് സൗണ്ട്, വളരെ സുരക്ഷിതമാണ് എന്നർത്ഥം. അവർ ഡോഗ് വെൻറ്റ് മിസ്സിംഗ് ഫോർ എ വീക്ക്. ലക്കിലി വി ഫൗണ്ട് ഹിം സേഫ് ആൻഡ് സൗണ്ട് ഇൻ ദ പാർക്ക്. ഞങ്ങളുടെ ഡോഗ് ഒരാഴ്ചയായിട്ട് മിസ്സിംഗ് ആയിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് അതിനെ പാർക്കിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. സൂണർ ഓർ ലേറ്റർ, ഒരു കാര്യം സംഭവിക്കും, അത് പക്ഷേ എപ്പോഴാണ് എന്നറിയില്ല. അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സംഭവിക്കും, അതല്ലെങ്കിൽ കുറച്ച് പിന്നീട്. വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ ബട്ട് വി ഡോണ്ട് നോ എക്സാക്ട്ലി വെൻ. ഇതിന് ഒരു എക്സാമ്പിൾ, ദ ട്രൂത്ത് വിൽ കം ഔട്ട് സൂണർ ഓർ ലേറ്റർ, സോ ഇറ്റ്സ് ബെറ്റർ ടു ബി ഓണസ്റ്റ്. സത്യം എത്രയും വേഗം അല്ലെങ്കിൽ പിന്നീട് പുറത്തു വരും, അതുകൊണ്ട് സത്യസന്ധത പുലർത്തുന്നതാണ് നല്ലത്. അപ്സ് ആൻഡ് ഡൗൺസ്, ഉയർച്ചകളും താഴ്ചകളും, അതാണ്. പീരീഡ്സ് ഓഫ് തിങ്സ് ഗോയിങ് വെൽ ആൻഡ് തിങ്സ് ഗോയിങ് ബാഡ്ലി. നന്നായി സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും, പക്ഷേ അതുപോലെ തന്നെ മോശമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളും ഉണ്ടാകും. അതാണ് അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത്. ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് ബട്ട് വി ലേൺ ടു നാവിഗേറ്റ് ദം. ജീവിതം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ്, പക്ഷേ നമ്മൾ അവയെ മറികടക്കാൻ പഠിക്കുന്നു. ഈ എക്സ്പ്രഷൻസൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായി സംസാരിക്കുമ്പോൾ ഇത്തരം എക്സ്പ്രഷൻസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. താങ്ക് യു.